കഴിഞ്ഞിട്ട് അപ്പ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് നോർത്തിൽ നിന്ന് ഇങ്ങനെ സൗത്തിലേക്ക് 2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു ഫോർമൽ ചാൻസ് കിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ കിട്ടും. കാരണം അതെങ്ങനെയാണ് നമ്മളെങ്ങനെയാണോ അവിടെ ആക്റ്റീവായിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ആക്റ്റീവ് ആവണേ, നമുക്കിതിനെ പറ്റിയിട്ട് നല്ലൊരു നോളജ് വേണം ഡ്രോയിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ വാൽവിൻ്റെ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് എന്ത് വാൽവാണ്. ആ വാൽവ് എന്ന് പറഞ്ഞാൽ ബോൾ വാൽവാണ്. ആ ബോൾ വാൽവ് സാധാരണ നോർമൽ ഒരു ബോൾ വാൽവ് എടുത്തു കഴിഞ്ഞാൽ 2 വേ ആണ്. 2 സൈഡിലേക്ക് നമുക്ക് തിരിച്ചു പൊങ്ങുന്നത് 45 ഡിഗ്രി ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈക്വൽ മെഷർമെൻ്റ് ആയിരിക്കും. അതായത് സെറ്റും റണ്ണും എന്ന് പറയുന്നത് ഈക്വലായിരിക്കും. അത് 2 ഈക്വലായി കഴിഞ്ഞാൽ അത് 45 ഡിഗ്രിയാണ്. പിന്നെ ഒരെണ്ണം കാണുന്ന ഒരു സിമ്പിളാണ് ഈ കാണുന്നത്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി സിമ്പിൾസ് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ഐസോമെട്രിക്കായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഫാബ്രിക്കേറ്ററായിട്ട് ഇതൊരു സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സിമ്പിൾ 45 ഡിഗ്രി. അത് എവിടെ നിൽക്കണം, സീം എവിടെ നിൽക്കണം. സീം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സീം എന്ന് പറഞ്ഞാൽ പ്ലേറ്റിനെ ബെൻഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വെൽഡിങ് ചെയ്യുന്ന പാകത്തിനാണ് സീം എന്ന് പറയാം. ആ വെൽഡിങ് ജോയിൻറ്റിന്. അപ്പോൾ ഇതിനകത്ത് ഡ്രോയിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല ഡിസൈനിലായിരിക്കും നമുക്ക് ഓരോ ഷീറ്റുകൾ കിട്ടുക. എല്ലാം ഒരേ ഡിസൈനായിരിക്കും.